എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഡോക്ടർ ജിയോങ്ങിന്റെ ബോഡി പൊതിഞ്ഞു കെട്ടുവാണ്. അവൾ ഒരുപാട് വേദന അനുഭവിച്ച് കാണണം. ഇവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുമ്പോൾ ആ വേദനിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അവൾ മറക്കും. ഇവരൊരു ബോഡി 3 ദിവസമാണ് സൂക്ഷിക്കുക. അത് ഇവരുടെ ഒരു ട്രഡീഷൻ പോലെയാണ്. എങ്ങാനും മരിച്ചുപോയ ആൾക്ക് ജീവൻ വന്നാലോ എന്നൊരു പ്രതീക്ഷയിലാണ് ഈ 3 ദിവസം കാത്തിരിക്കുന്നത്. അവസാന യാത്ര പറയുന്നതിന് മുമ്പ് മരിച്ചുപോയ ആളുകളുടെ വീട്ടുകാരുടെ ഒരു പ്രതീക്ഷയാണിത്. വീട്ടുകാരുടെ മാത്രമല്ല, ആ മരിച്ചുപോയ ആളുടെയും. അവർക്ക് ആ സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഇപ്പൊ നമുക്ക് ജിയോങ്ങിന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ അവള് സംസാരിക്കാനോ ചെവി കേൾക്കാനോ ഒന്നും സാധിക്കാത്തൊരു പെൺകുട്ടിയാണ്. അവളുടെ ജീവിതത്തിൽ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഹ്യോൺമിനെയാണ്. അവനും അങ്ങനെ തന്നെയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന ഡേയ്സ് അവർക്ക് അത്രയ്ക്ക് പ്രേഷ്യസുമാണ്. പണ്ട് ഹ്യോൺമിന് വേണ്ടി അവൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. മരണശേഷവും അവന് വേണ്ടി ഇതുപോലെ അവൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. മരണശേഷം ജിയോങ്ങിന് സംസാരിക്കാനുള്ള കഴിവ് കിട്ടുകയായിരുന്നു. അവൾ ഭയങ്കര ഷോക്കായി പോകും. ഹ്യോൺമിന്റെ പേരിങ്ങനെ പിന്നെയും പറഞ്ഞു നോക്കുവാണ്. ഈ സമയമാണ് ബസ് ഇറങ്ങി ഹ്യോൺമിൻ തന്റെ കൺമുന്നിലോട്ട് വരുന്നത്. എന്ന് ഇവളെ കണ്ടിട്ടും അവൻ അറിയാത്ത ഭാവത്തിൽ നടന്നു പോകുന്നത് കണ്ട് ഇവൾ ആകെ ഡിസപ്പോയിന്റഡ് ആവും. ഹ്യോൺമിൻ നടന്നു പോകുന്നത് മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നടന്നുപോയി പകുതി എത്തുമ്പോൾ അവൻ അവിടെ ബോധം കിട്ടി വീഴും. കണ്ണു തുറക്കുമ്പോൾ ഹ്യോൺമിൻ ജിയോങ്ങിന്റെ വീട്ടിലുണ്ടാകും. മറ്റുള്ള ആളുകളെ പോലെ ഹ്യോൺമിൻ ഒന്നും ഓർമ്മയില്ല. താൻ എന്താ ഇവിടെയെന്ന് മനസ്സിലാവാതെ നിൽക്കുവാണവൻ. പിറ്റേ ദിവസവും ബസ് ഇറങ്ങി വരും. അതേ സ്ഥലം എത്തുമ്പോൾ അവിടെ താഴെ വീഴും. അതിന് കാരണമെന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ഹ്യോൺമിന്റെ നില വളരെ വഷളായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം. അങ്ങനെ വീണു പോകുന്ന ഹ്യോൺമിനെ ജിയോങ് തുന്നി ചേർക്കുകയായിരുന്നു. അതായത് അവന്റെ ജീവൻ പോകാതെ അവൾ നിലനിർത്താൻ ശ്രമിക്കുകയായിരുന്നു. നമ്മൾ ആദ്യം കണ്ടപ്പോൾ അവനെ കൊന്നു പെട്ടിയിലാക്കിയെന്നല്ലേ നമ്മൾ ഓർത്തത്. എന്നാൽ അത് ശരിക്കും ജീവനില്ലാത്ത അവനെ അവള് തുന്നി ചേർത്ത് കൊണ്ടു നടക്കുന്നതായിരുന്നു. അവൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും അവൻ അവളെ ഓർമ്മ വരുന്നില്ല. ജിയോങ്ങിന്റെ മോർച്ചറിയുടെ വാതിൽ വന്ന് ഈ നേഴ്സ് തുറക്കാൻ നോക്കുമ്പോൾ അതാണെങ്കിൽ സ്റ്റെക്കായിട്ട് നിൽക്കുവാണ്. ഇക്കാര്യം ഡോക്ടറോട് പറയുമ്പോൾ അവൾ എന്തെങ്കിലും കാര്യത്തിൽ നീരസത്തിലായിരിക്കും. നമുക്ക് അവൾക്ക് കുറച്ച് സമയം കൂടെ കൊടുക്കാമെന്ന് ഡോക്ടർ പറയും. കെട്ടാകുമ്പോൾ പുറത്ത് നല്ല മഴയുള്ളത് കൊണ്ട് ജംഗോന്റെ ഷോപ്പിൽ വന്ന് ഒരുമിച്ച് ചായ കുടിച്ചിരിക്കുവാണ് സൺസിക്. ഇപ്പൊ അവിടെ ഒരു പെട്ടിയിൽ ഹ്യുൻജു മിഠായി കവർ കൊണ്ട് ഉണ്ടാക്കി വെച്ച പൂമ്പാറ്റകൾ കാണുമ്പോൾ അതിലോട്ട് നോക്കുന്ന സൺസിക്കിനോട് അതെനിക്ക് വേണ്ടി ഒരാൾ ഉണ്ടാക്കിയതാന്ന് പറയും. ഇവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണോ? അവളുടെ പ്രായത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടാകാനുള്ള പ്രായമൊന്നും തന്നെ കണ്ടാ തോന്നില്ലല്ലോ. നിന്നെ കണ്ടിട്ട് എത്ര പ്രായമുണ്ടെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കേൾക്കുന്ന ജംഗോൺ എനിക്കൊരു മോളുണ്ട്, നിനക്കുണ്ടോന്ന് ചോദിക്കും. ഉണ്ട്, അവൾക്ക് പേര് വിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ പ്രസവിക്കുന്നതിന് മുമ്പേ അത് പോയി. ശരി, മഴ കുറഞ്ഞു, ഞാൻ പോട്ടേന്നും പറഞ്ഞിറങ്ങുന്ന സൺസിക്കിനോട് ഇനിയും അവൻ അന്വേഷിക്കാൻ പോകുവാണോ എന്ന് ജംഗോൺ ചോദിക്കുമ്പോൾ അതെ, എനിക്കിപ്പോ അത് മാത്രമേ ചെയ്യാനുള്ളൂ എന്ന് പറയുകയാണ് അയാൾ. അവിടെ നിന്ന് ഇറങ്ങി സൺസിക്ക് വീണ്ടും സംഘോണെ പിടിക്കാനായിട്ട് പോകും. സംഘോന്റെ വണ്ടിയുടെ ശബ്ദം പല ഭാഗങ്ങളിൽ നിന്ന് അവന് കേൾക്കാം. അത് പിന്തുടർന്ന് അവൻ ചെല്ലുന്നത് ഹ്യുൻജുവിന്റെ സ്കൂളിലേക്കാണ്. അതിനകത്ത് കയറി നോക്കുന്നവൻ ഹ്യുൻജുവിന്റെ ക്ലാസ്സിലോട്ടും കയറുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ലോക്കറിലായിട്ട് എഴുതിയിട്ടുള്ള പേരുകൾ അവൻ ശ്രദ്ധിക്കുന്നത്. പണ്ട് തന്റെ കുഞ്ഞിനായി ഭാര്യയും ഇവനും കൂടെ സജസ്റ്റ് ചെയ്തു വെച്ച ആ പേരുകൾ യെത്തോം, ഹെയ്സൽ, ബോബെ. അത് കാണുമ്പോൾ ഇവനാകെ സങ്കടമാകും. ഇപ്പൊ വീട്ടിലോട്ട് വരുന്ന ഹ്യുൻജുവിനെ നോക്കി ഒരു പട്ടി വല്ലാണ്ട് കുരയ്ക്കുന്നുണ്ട്. അപ്പൊ നീയാണല്ലേ ആ പട്ടി, മിണ്ടാതിരിക്കുക, നിന്നെ തപ്പി ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾ നടക്കുന്നുണ്ട്, അതിനോട് വേഗം ഓടിപ്പൊക്കോളാൻ പറഞ്ഞ് ഇവള് വന്ന് ലിഫ്റ്റിൽ കയറുമ്പോൾ ഹ്യുൻമിനും വന്ന് കയറുന്നുണ്ട്. ഹ്യുൻമിനെ കാണുമ്പോൾ ഇവൾക്ക് എന്തോ ഒരു അപാകത തോന്നുന്നുണ്ട്. മനുഷ്യനാണോ പ്രേതമാണോ എന്ന് തിരിച്ചറിയുന്നില്ല. ഇവൾ അവിടെ നിന്ന് ഓടി വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ ദൈവം തന്റെ അടുത്തേക്ക് വരുന്നു. എന്നിവൻ നേരെ വന്നിട്ടുണ്ടായിരുന്നത് ഇവളുടെ തൊട്ടപ്പുറത്തുള്ള ഇവന്റെ അപ്പാർട്ട്മെന്റിലോട്ടായിരുന്നു. ഇവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ പോകുമ്പോൾ നീ ഇവിടെയാണ് താമസിക്കുന്നത്, നീ എന്നെ എപ്പോഴെങ്കിലും ഇവിടെ കണ്ടിട്ടുണ്ടോ, ഞാൻ എത്ര കാലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ താൻ ഇവിടെ താമസിച്ച ഒരു ഓർമ്മയില്ലാത്തത് കൊണ്ട് ഹ്യുൻമിൻ ഇവളോട് ചോദിക്കുവാണ്. എന്നാൽ ചോദിച്ച് തീരുന്നതിന് മുമ്പേ അവൻ ഒടിഞ്ഞു തുടങ്ങി താഴെ കിടക്കും. ഇത് കണ്ട് ഇവള് പേടിക്കുമ്പോഴായിരിക്കും അവനെ വിട്ടേക്ക്, അതെന്റേതാണെന്നും പറഞ്ഞ് ജിയോങ് അങ്ങോട്ടേക്ക് വരുന്നത്. അവള് പെട്ടി തുറന്ന് അവൻ അതിലേക്ക് ഇടും. ഇത് വാതിൽ മറവിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഹ്യുൻജുവിന്റെ വാവൊന്ന് മൂടി ഡോറിന്റെ അപ്പുറത്തായിട്ട് വിളിച്ചിരിക്കുവാണ് ഹ്യുൻജു അമ്മയും. പെട്ടെന്ന് വാതിൽ പഴുതിലൂടെ ജിയോങ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മയുണ്ടല്ലേ, പിന്നെ എന്റെ കാര്യത്തിൽ മാത്രം എന്താ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു പോകുന്നതായിട്ട് കാണാം. അമ്മ ആ പെണ്ണെന്ന് പറഞ്ഞ് അമ്മ ഈ ഇടയായിട്ട് വളരെ വ്യത്യസ്തമായ പെരുമാറുന്നത് എന്ന് പറയുന്ന ഹ്യുൻജുവിനോട് അവളുടെ അമ്മ ബൾബ് വാങ്ങിയില്ലേ എന്ന് ചോദിക്കുവാണ്. സംസാരിക്കുന്നില്ല, ആക്ഷൻ കാണിച്ചാണ് ചോദിക്കുന്നത്. കാരണം മോർച്ചറിയിൽ ബോഡിയിൽ പഞ്ഞി വെച്ച് മൂടിയ അവസ്ഥയിലാണല്ലോ ഇവളുടെ അമ്മയുള്ളത്. അമ്മ എനിക്ക് പേടി അവിടേക്ക് ഒറ്റയ്ക്ക് പോയി ബൾബ് വാങ്ങാനായിട്ട്. അമ്മയ്ക്ക് ഈ ഇടയായിട്ട് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല, ഞാൻ ഒരുപാട് വ്യത്യസ്തമായ ആളുകളെ കണ്ടുമുട്ടുന്നു, എന്റെ ഫ്രണ്ട്സ് പോലും എന്നോട് നേരെ ചൊവ്വ മിണ്ടുന്നില്ല എന്നും പറഞ്ഞ ദേഷ്യത്തിൽ അവൾ ആ ബൾബ് ഇട്ട് വെച്ചിരിക്കുന്ന പാത്രം എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട്. ഞാൻ ഇനി ബൾബ് വാങ്ങുന്നില്ല, ഇവിടെ നിന്ന് ഞാൻ ഇനി അങ്ങോട്ടേക്കും പോകുന്നില്ല എന്നും പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് വരുന്ന യങ്ജി തന്റെ കൊച്ചുമകന്റെ അടുത്തിരിക്കുന്ന ഒരു മുത്തശ്ശിയെ കാണുന്നുണ്ട്. ആദ്യ നോട്ടത്തിൽ അവൾക്ക് മനസ്സിലായി ആ മുത്തശ്ശി മരണപ്പെട്ടതാണ്. അവളിപ്പോ ആ മുത്തശ്ശിയുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ ഇവൾക്ക് തന്നെ കാണാൻ കഴിയുമെന്നറിഞ്ഞ് അതിശയത്തിൽ നിൽക്കുവാണ് അവര്. നിനക്കെന്നെ കാണാൻ കഴിയോ? അപ്പോ നീയും മരിച്ചതാണോ? അല്ല, പക്ഷെ ഒരിക്കൽ ഞാൻ ഏതാണ്ട് മരണമടഞ്ഞതാ. എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്റെ വീട്ടുകാർ മൊത്തം ഞാൻ പോയതീ കരയുക. ഇപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയത് എന്റെ കൊച്ചുമകനാ. അവനെ ഞാനിനി മറക്കൂലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം. അങ്ങനെ യോങ്ജി അവിടെ ഇരുന്ന് ആ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുവാണ്. അത് അവർക്കും ഒരു ആശ്വാസമായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് വരുന്ന യോങ്ജി ഹ്യോൺമിന്റെ അടുത്തിരുന്ന് കരയുന്ന ജിയോങ്ങിനെ കാണുവാണ്. അങ്ങോട്ടേക്ക് ചെല്ലുന്ന യോങ്ജി ഹ്യോൺമിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കും. ജിയോങ് കേൾക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞങ്ങൾ ഇവന് വേണ്ടി ചെയ്തു, ഇനി ഞങ്ങൾക്ക് ചെയ്യാനൊന്നും ബാക്കിയില്ല, ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് ഈ കിടക്കുന്ന ആളുടെ ആഗ്രഹത്തെ പോലെ ഇരിക്കും. എനിക്കറിയില്ല, പക്ഷേ ചിലപ്പോ എന്തെങ്കിലും വഴി കാണണമായിരിക്കും ഇവനെ കൊണ്ട് മാത്രം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തത്. അതായത് ഡോക്ടേഴ്സ് വരെ എഴുതി തള്ളിയൊരു കേസായിരുന്നു ഹ്യോൺമിൻ.
ബോംബിന്റെ. പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല, ജീവൻ പോവാതെ അവൻ പിടിച്ചു നിന്നുകൊണ്ടേയിരുന്നു. അതിന് കാരണം ഓരോ നിമിഷവും ജിയോങ് അവനെ തുന്നി ചേർത്തുകൊണ്ടേയിരുന്നു. അവനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തി. ഇതേ സമയം വീട്ടിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയാതെ പേടിച്ചിരിക്കുന്ന സുൻഹി ആ റൂമിലായി ബൾബ് ഇങ്ങനെ മിന്നി കത്തുന്നതായിട്ട് കാണും. ഇപ്പൊ ആ റൂമിലോട് ചെന്ന് ആ ബൾബ് ഇങ്ങനെ നോക്കുന്ന സമയം പണ്ടത്തെ ഓർമ്മകൾ ഓരോന്നായിട്ട് ഇവളിലേക്ക് വന്നു ചേരും. ഹേവോണുമായിട്ടുള്ള നിമിഷങ്ങൾ, ഇവര് പിണങ്ങിയ കാര്യം, അവസാനത്തെ ആക്സിഡന്റ്, അങ്ങനെ തന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സുൻഹിക്ക് ഓർമ്മ വരും. സുൻഹി ഇപ്പോഴും ജീവനോടെ ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഹേവോണാണ്. അവൾ മുറുക്കി സുൻഹിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഹോൾഡ് ചെയ്ത് നിന്നതുകൊണ്ടാണ് ഇവൾക്കൊന്നും സംഭവിക്കാതിരുന്നത്. എല്ലാം ഇപ്പോൾ ഓർമ്മ കിട്ടുമ്പോൾ അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുവാണ്. ഇനി തന്റെ കൺമുന്നിൽ കാണരുതെന്നെല്ലാം ഹേവോണോട് പറഞ്ഞ വാക്കുകൾ ആലോചിച്ച് അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവള് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാം ഇവളുടെ അടുത്തിരുന്ന് ആശ്വസിപ്പിക്കുന്ന ഹേവോണിനെ. കട്ടാകുമ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങുന്ന യോങ്ജി കാണുന്നത് ഐസിയുവിന്റെ പുറത്തിരിക്കുന്ന ഒരു കുട്ടിയാണ്. ആ ആക്സിഡന്റ് സമയം ബസ്സിലുണ്ടായിരുന്ന കുട്ടിയാണിവൻ. ഇവള് ചെന്ന് കാര്യം തിരക്കുമ്പോൾ ഞാൻ അതിനകത്തുള്ള ഒരാളെ കാണാൻ വന്നത്, എനിക്ക് ഈ ബോൾ ആ ചേട്ടന് കൊടുക്കണം. ആ ആക്സിഡന്റിൽ വെച്ച് ചേട്ടൻ എന്റെ കഴുത്തിലെ ബോൾ ഇട്ടതാ. എനിക്കിത് എങ്ങനെയെങ്കിലും ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ ഇത് താൻ കൊടുത്തോളാന്ന് പറയുവാണ് യോങ്ജി. കട്ടാകുമ്പോൾ സങ്സിക്കാണെങ്കിൽ സിഗരറ്റ് എടുത്ത് ലൈറ്റർ കത്തിക്കാനായിട്ട് നോക്കുമ്പോൾ ഇപ്രാവശ്യം അത് കത്തും. ഒരുപാട് തവണ അവൻ നോക്കിയിട്ടും ആ ലൈറ്റർ കത്തുന്നുണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ ഇപ്പോ ആ തീയിലോട്ട് നോക്കുമ്പോൾ അവന് കുറെ ഓർമ്മകൾ വരികയാണ്. ഒരു വണ്ടി തന്റെ നേർക്ക് വരുന്നതും ആദ്യമൊക്കെ ലൈറ്റർ ഓണാക്കി നോക്കുമ്പോൾ പറ്റാത്തതുമല്ല. അങ്ങനെ ഇവൻ നേരെ വീണ്ടും ജംഗോന്റെ അടുത്തേക്ക് വരും. വീണ്ടും ഒരു ചായ വാങ്ങി കുടിക്കും. വിയേഡായ കാര്യം എന്താണെന്നറിയോ, ഈ ചായക്ക് ചൂടില്ല. ഇതിന്റെ രുചി എനിക്ക് തിരിച്ചറിയുന്നില്ല. എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഞാനത് കണ്ടെത്തി. അതെന്റെ ശരീരമാണ്. ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ എന്ന് പറയുന്നത് പണ്ട് ഇവന്റെ ഭാര്യ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. എനിക്കെന്തോ വിചിത്രമായിട്ട് തോന്നുന്നു. സാധാരണ ആളുകൾ ഇക്കാര്യം പെട്ടെന്നൊന്നും നോട്ടീസ് ചെയ്യാത്തതാണ്. ഈ ലൈറ്റ് ഷോപ്പിലോട്ട് പലതരത്തിലുള്ള ആളുകൾ വരാറുണ്ട്. ഇത് കേട്ട് സാങ്സിക്ക് ചോദിക്കും, ഇത് വെറും ഒരു ലൈറ്റ് ഷോപ്പ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഏത് പ്ലേസിലാ? ഇത് വളരെ ഡിഫറെന്റ് ആണ്. എന്താ അങ്ങനെ തോന്നാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ എന്നും രാത്രിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ തെരുവില് നമ്മള് പകല് കണ്ടിട്ടില്ല, എപ്പോഴും രാത്രിയാണ്. ഞാനാണോ വിചിത്രം അതോ ഈ സ്ഥലമാണോ വിചിത്രം എന്നെനിക്ക് മനസ്സിലാക്കണം. ഈ സ്ഥലം എവിടെയാ എന്നിവൻ ജംഗോനോട് ചോദിക്കുമ്പോൾ ഈ സെയിം ചോദ്യം ഞാനും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞവൻ തന്റെ ഗ്ലാസ് ഊരുമ്പോൾ നമുക്ക് കാണാം പൂച്ചയെ പോലെ തോന്നിക്കുന്ന ഇവന്റെ കണ്ണുകൾ. സംഗോണിനും ഇങ്ങനത്തെ കണ്ണുകളുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ജംഗോണിന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. വളരെ പണ്ട് ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് അതിൽ ഇവനും ഇവന്റെ മകളും അകപ്പെടും. ഇവനൊരു കണക്കിന് ഇഴഞ്ഞ് കഷ്ടപ്പെട്ട് മകളുടെ അടുത്ത് വന്ന് നോക്കുമ്പോൾ ആ കൊച്ചിന്റെ കാലിലോട്ടാണ് ഇതെല്ലാം കൂടെ വന്ന് ഇടിഞ്ഞു വീണിട്ടുള്ളത്. അതിനവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല. ഇവൻ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, സാധിക്കുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായ അവസ്ഥയിൽ ജംഗോൺ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിവന്റെ മകൾ ഭയങ്കര ശാന്തമായിട്ടാണ് ഇരിക്കുന്നത്. പാനിക്കൊന്നും ആവുന്നില്ല. അവിടെ നിലത്ത് കിടക്കുന്ന മിഠായി എടുത്ത് ഒരെണ്ണം അച്ഛനും കൊടുത്ത് ഒരെണ്ണം അവളും കഴിക്കും. മോളി മിഠായി കഴിച്ചു നിൽക്കുമ്പോഴേക്കും അച്ഛൻ ഓടിയെത്താം. മോൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക, അച്ഛൻ ഓടി വരാം എന്നും പറഞ്ഞ് ജംഗോൺ അവിടെ നിന്നും ഇറങ്ങി ആ തെരുവിലൂടെ ഉറക്കെ ഹെൽപ്പിന് വേണ്ടി കരഞ്ഞോടി നടക്കുവാണ്. എന്നൊരാളെ പോലും അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോഴാണ് ദൂരെയായിട്ടൊരു വെളിച്ചം അവൻ കാണുന്നത്. അത് ആ ലൈറ്റ് ഷോപ്പിൽ നിന്നായിരുന്നു. അതിനകത്തേക്ക് കയറി നോക്കുമ്പോൾ ആ ലൈറ്റ് ഷോപ്പിന്റെ ഓണർ ഒരു ലേഡി അവിടെയുണ്ട്. ഇവൻ ചെന്നിപ്പോ കാര്യം പറയും, തന്റെ മകൾ ഇങ്ങനെ കുടുങ്ങി കിടക്കുവാണ്, തന്നെ ഹെൽപ്പ് ചെയ്യാം. എന്താ തനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ലെന്ന് തറപ്പിച്ച് പറയുവാണ് ആ ലേഡി. അതൊരു കുഞ്ഞു കൊച്ച്, അതാ ഇരുട്ടത്ത് കിടക്കുക, വേറൊരാളും എന്നെ ഹെൽപ്പ് ചെയ്യാനില്ല, എന്റെ കൂടെ ഒന്ന് വരാൻ വേണ്ടിയിട്ട്. ഇവൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അവൾ ഒറ്റയ്ക്ക് വരണമെന്ന് പറയുവാണ് ലേഡി. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ പറഞ്ഞതല്ലേ അവൾക്ക് നടക്കാൻ പറ്റില്ലെന്ന്. കണ്ടോ, ഞാൻ ഇവിടെ എല്ലാം അടിച്ച് നശിപ്പിക്കുമെന്നും പറഞ്ഞ് ഒരു ലാമ്പ് എടുത്ത് അടിച്ച് തകർക്കാൻ പോകുന്നതും തന്റെ ഗ്ലാസ് ഊരി അവിടെ എല്ലാം ഫ്രീസ് ആക്കുവാണ് ആ ലേഡി. അവന് നിന്നിടത്ത് നിന്ന് അനങ്ങാൻ പറ്റില്ല. ആ ലേഡി അവന്റെ കയ്യിൽ നിന്ന് ലാമ്പ് വാങ്ങി വെക്കും. നിന്റെ മകളുടെ ലൈറ്റും ഇതിലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം മുകളിലായിട്ട് തൂക്കിയിട്ടിരിക്കുന്ന ഒരുപാട് ലൈറ്റുകൾ. അതായത് ഈ ഓരോ ലൈറ്റും ഓരോ ജീവനാണ്. ഓർക്കുന്നുണ്ടോ ജംഗോൺ ഒരാളെ കൊണ്ട് പോലും ആ ലൈറ്റ് തൊടിയിക്കാതിരുന്നത്? അത് ഇക്കാര്യം കൊണ്ടാണ്. അപ്പൊ ഈ സ്ഥലം ഞാൻ വിചാരിക്കുന്നത് പോലെയാണല്ലേ? ഇത് വെറും ഒരു ലൈറ്റ് ഷോപ്പ് ആണെന്ന് സ്ത്രീ പറയുമ്പോൾ, അല്ല, ഇത് വെറും ഒരു ലൈറ്റ് ഷോപ്പ് മാത്രമല്ല എന്ന് പറയണവൻ. ഇത് കേട്ടാ സ്ത്രീ ചോദിക്കും, അത് നിനക്കെങ്ങനെ അറിയാം? ഇപ്പൊ നമുക്ക് കാണാം ഇവന്റെ മകളുടെ അടുത്ത് ബോധമില്ലാതെ ജീവചവമായി കിടക്കുന്ന ജംഗോണിന്. അതായത് ഈ ലൈറ്റ് ഷോപ്പിലോട്ട് വന്നത് അവന്റെ ആത്മാവാണ്. ബിൽഡിംഗ് മറിഞ്ഞ് ജംഗോൺ മരിച്ചതാണ്. അവന്റെ ഡെഡ് ബോഡിക്കാണ് ആ കൊച്ച് മിഠായി വെച്ചു കൊടുത്തത്. അവൾക്ക് പേടിയാകുന്നുണ്ടാകും. അവളോട് ഒറ്റയ്ക്കാ. നിങ്ങൾ അവളുടെ ലൈറ്റ് എനിക്ക് തരുമോ? പറ്റില്ല, അത് അവൾ സ്വയം കണ്ടെത്തണം. താൻ എന്തും അതിനു പകരം ചെയ്യാമെന്നും പറഞ്ഞ് ജംഗോൺ നിൽക്കുമ്പോൾ അവളെ രക്ഷിക്കുന്നതിന് വേണ്ടി നീ എന്തും ചെയ്യാൻ തയ്യാറാണോ എന്ന് വീണ്ടും എടുത്ത് ചോദിക്കുവാണ് ലേഡി. അങ്ങനെയാണ് പിന്നീട് ഇതിന്റെ ഓണർ സ്ഥാനം ഏറ്റെടുത്ത് ജംഗോൺ ഇപ്പോൾ ഈ ലൈറ്റ് ഷോപ്പിലുള്ളത്. ഫ്ലാഷ് ബാക്ക് കട്ടാകുമ്പോൾ അപ്പോ ശരിക്കും ഈ പ്ലേസ് ഏതാണ് എന്ന് ജംഗോണോടായിട്ട് തിരക്കുന്ന സാങ്സികിനോട്, ഈ സ്ഥലം മറ്റുള്ളവർക്ക് അവരുടെ ഓർമ്മകളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ളതാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നേ, അതിനർത്ഥം ഞാൻ മരിച്ചോ എന്നാണോ? ടെക്നിക്കലി താങ്കൾക്ക് ഇപ്പോഴും ജീവനുണ്ട്. എനിക്കിപ്പോഴും ജീവനുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് ഇവന് ഇടയ്ക്കിടയ്ക്ക് കണ്ണിനൊക്കെ എന്തൊക്കെയോ മാറ്റം വരില്ലേ, അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറ്റൊരു വേൾഡിലേക്ക് മരിച്ച ആളുകൾ എത്തിയ അവര് സ്ട്രേഞ്ച് ആയിട്ടായിരിക്കും കാണുക. എന്ന് ജീവനുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയ അവരായിരിക്കും വ്യത്യസ്തമായി കാണുക. പാതി വഴിയിൽ വെച്ച് വളരെ നിസ്സഹായ അവസ്ഥയിൽ ജീവിതം നഷ്ടപ്പെട്ടവർക്ക് ഇവിടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കാം. അവരാണ് മരിച്ചെന്ന സത്യം ആക്സെപ്റ്റ് ചെയ്യാതെ ജീവിക്കുന്നവർ. എന്നാൽ ഇതൊന്നും തന്നെ കേട്ടിട്ട് സങ്സിക്കിന് മനസ്സിലാകുന്നില്ല. എനിക്കൊരു സ്ട്രെയിറ്റ് ആൻസർ
ആൻസർ ആണ് വേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് പ്ലേസിനെ കുറിച്ച് പറഞ്ഞതാ. എന്താണ് ഈ പ്ലേസ്? നീ ഇപ്പോൾ ഉള്ളത് ആഫ്റ്റർ ലൈഫിലാണ്. ഇപ്പൊ ഇതേ സമയം യോങ്ജിയുടെ ഹോസ്പിറ്റലിൽ ഒരു പുതിയ നഴ്സ് ചാർജ് എടുത്തിരിക്കുവാണ്. അവർക്ക് ഓരോന്ന് കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തുന്നത് യോങ്ജിയാണ്. ഇപ്പോ ആ പട്ടിയെ പേടിയുള്ള ആളുടെ അടുത്തേക്ക് വന്ന് യോങ്ജി അയാളെ കുറിച്ച് അവൾക്ക് പറഞ്ഞു കൊടുക്കും. ബ്യോങ്ജിൻ എന്നാണ് ഇയാളുടെ പേര്. ആ ആക്സിഡന്റ് ദിവസം ഹോസ്പിറ്റലിൽ ആദ്യം എത്തിയത് ഇയാളാണ്. എന്നാൽ ആ ബസ് ആക്സിഡന്റിലല്ല, ആ സെയിം ഡേ നടന്ന മറ്റൊരു ആക്സിഡന്റിൽ ഒരു മലമുകളിൽ നിന്ന് വീണ് പരിക്കേറ്റതാണ് ഇയാൾക്ക്. നല്ല മഴയത്താണ് ഇയാൾ ആ മലമുകളിൽ കിടന്നത്. എന്നാൽ അയാളുടെ ടെമ്പറേച്ചർ താഴ്ന്നു പോകാതെ അയാൾക്ക് ചൂട് പകർന്ന് അടുത്തുണ്ടായിരുന്നത് ഒരു റെസ്ക്യൂ ഡോഗാണ്. റെസ്ക്യൂ ഡോഗ്സ് ആവശ്യ സമയങ്ങളിൽ അവരടുത്ത് നിന്ന് കുരയ്ക്കും, മറ്റുള്ളവരെ അതിക്കാര്യം അറിയിക്കും. ആ റെസ്ക്യൂ ഡോഗ് ആ വലിയ മഴയിലും ഇവന്റെ അടുത്തുണ്ടായിരുന്നു. ഇതേ സമയം ആഫ്റ്റർ ലൈഫിൽ ആ പട്ടിയുടെ ശബ്ദം കേട്ട് അതിനെ പിന്തുടർന്ന് വന്ന അയാൾ അവസാനം അതിനെ കണ്ടുപിടിക്കും. എന്നാൽ അപ്പോഴാണ് അയാൾ അക്കാര്യം കാണുന്നത്. ആ പട്ടിയുടെ ശരീരത്തിലൂടെ ഒരു കമ്പ് കുത്തി കയറിയിട്ടുണ്ട്. അതായത് ആ കമ്പ് കുത്തി കയറി മരിക്കാൻ കിടക്കുന്ന ദയനീയ അവസ്ഥയിലും ഇയാൾ ഇവിടെ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്നുണ്ടെന്ന് കുരച്ച് മറ്റുള്ളവരെ അറിയിക്കുകയായിരുന്നു ഈ റെസ്ക്യൂ ഡോഗ്. അതുകൊണ്ടാണ് കൃത്യസമയത്ത് ആളുകളെത്തി ഇവനെ ഹോസ്പിറ്റലിലാക്കിയത്. ഈ പട്ടിയെ ഇപ്പൊ കാണുമ്പോൾ ഇവൻ ഓർമ്മകൾ വരും. അതിപ്പോ ഇയാളെ എങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. ഇയാൾ അതിന് പിറകെ പോകും. കെട്ടാകുമ്പോൾ തന്റെ ഭാര്യയുടെ ഫ്യൂണറൽ സ്ഥലത്തുള്ള ഹ്യുൻജുവിന്റെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ഹ്യുൻജുവിന്റെ കണ്ടീഷൻ അന്വേഷിക്കും. അവൾ ഇതുവരെയും ഒരു സിംറ്റംസും കാണിച്ചിട്ടില്ല. എന്ന് ഇവളെ കണ്ടിട്ട് അങ്ങനെ കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. എന്നാൽ നഴ്സ് യോങ്ജിയോട് ചോദിക്കുമ്പോൾ അത് ചില പേഷ്യൻസ് അങ്ങനെയാണ്, പുറത്തുനിന്ന് നോക്കിയാൽ കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉള്ളതുപോലെ നമുക്ക് തോന്നില്ല. പിന്നെ ഇവൾക്ക് മുറിവൊന്നും പറ്റാതിരുന്നത് ഇവളുടെ അമ്മയുടെ കൂടെയായിരുന്നു. എനിക്ക് തോന്നുന്നു അവളുടെ അമ്മ അവളെ പ്രൊട്ടക്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു എന്ന്. അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് നഴ്സ് ചോദിക്കുമ്പോൾ അവർ മരിച്ചുപോയെന്ന കാര്യം യോങ്ജി പറയും. അവളെ കാണുമ്പോൾ ഉറക്കത്തെ സ്വപ്നം കാണുന്നത് പോലെയുണ്ട്. അവൾ നല്ല സ്വപ്നമാണ് കാണുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ആഫ്റ്റർ ലൈഫിൽ അമ്മയോട് വഴക്കുണ്ടാക്കി റൂമിൽ അടച്ചിരിക്കുകയാണ് ഹ്യുൻജു. നാളെ ഹ്യുൻജുവിന്റെ അമ്മയുടെ ഫ്യൂണറലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓർമ്മകളൊന്നും അവരിൽ ഉണ്ടാകില്ല. ഹ്യുൻജുവിനെ വിളിച്ച് തുറക്കാണ്ടാകുമ്പോൾ അവർ പുറത്തേക്ക് പോകും. ഇപ്പൊ സ്യോൻഹിയുടെ അടുത്തേക്ക് വരുന്ന യോങ്ജി ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഇവളെ ഒരു സ്ത്രീ മുറുക്കെ പിടിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ രണ്ടുപേരും വേർപെടുത്താൻ തന്നെ ഒരുപാട് സമയമെടുത്തു. കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ കാര്യം തിരക്കുന്ന നഴ്സിനോട് അവർ മരണപ്പെട്ട കാര്യം യോങ്ജി പറയും. ഇതേ സമയം ആഫ്റ്റർ ലൈഫിൽ ഓർമ്മകളെല്ലാം വന്ന സുൻഹി ഹേവോണിന്റെ കൂടെ ഇരിക്കുവാണ്. ഈ വീട്ടിൽ ഒരുപാട് ഇരുട്ടാണ് എന്ന് പറയുന്ന സുൻഹിയോട് ശരിയാണ്, നീ പോയി നമുക്ക് പുതിയൊരു ലൈറ്റ് വാങ്ങിയിട്ട് വാ. ഇല്ല, ഇവിടുത്തെ വാതില് തുറക്കാൻ പറ്റുന്നില്ല, എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല, ഞാൻ ഒരുപാട് ശ്രമിച്ചതാണെന്ന് സ്യോൻഹി പറയുമ്പോൾ ഇല്ല, നീ ശ്രമിച്ചാൽ മതി, ലോക്ക് പാനൽ ആ ഡോറിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. സ്യോൻഹി, നീ അങ്ങനെ പുറത്തേക്ക് കടക്കുമ്പോൾ ഈ സ്ട്രീറ്റിന്റെ അവസാനം ഒരു ലൈറ്റ് ഷോപ്പ് ഉണ്ട്. നീ അവിടെ പോയി ഒരു ലൈറ്റ് കണ്ടുപിടിക്കണം. പോയി നീ ആ ലൈറ്റ് കണ്ടുപിടിക്കുക. ഇവിടെ ഹോസ്പിറ്റലിൽ ഇപ്പൊ സ്ട്രേഞ്ച് ആയ ആളെ കാണിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ കാലം കിടക്കുന്നത് ഇയാളാണ്. അയാൾ ഇയർഫോൺസ് വെച്ചിരിക്കുന്നത് കണ്ട് അതിന്റെ കാര്യം തിരക്കുമ്പോൾ അത് അയാളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ അയാൾക്ക് വഴി തെറ്റിപ്പോവില്ല. ഇതേ സമയം ഇയാള് മറ്റൊരു ലോകത്ത് ഈ പാട്ടിന്റെ സൗണ്ട് കേട്ട് അതിനെ ഫോളോ ചെയ്ത് വരുന്നതും കാണാം. ജിയങ്ങിന്റെ ബെഡിന്റെ അടുത്തോട്ട് വരുമ്പോൾ അവിടെ ബെഡിന്റെ അടിയിലായിട്ട് ഒരു ബാസ്കറ്റ് ബോൾ ഇരിപ്പുണ്ട്. അത് ആ കുട്ടി യോങ്ജിയെ ഏൽപ്പിച്ചതാണ്. ബാസ്കറ്റ് ബോൾ ആയിരിക്കണം ഇവന്റെ ഫേവറേറ്റ് സ്പോർട്സ്. അവൻ എൻകറേജ് ചെയ്യാൻ വേണ്ടി ഞാനാണ് ഇതിന്റെ അടിയിൽ കൊണ്ടുവച്ചത്. ഇതേ സമയം ആഫ്റ്റർ ലൈഫിൽ ഈ ഒരു ബോൾ എങ്ങോട്ടേക്ക് ഉരുണ്ടു പോകുന്നുണ്ട്. ഇങ്ങനെ ഇപ്പൊ എല്ലാവരും ഒരേ സമയം കോമയിലാകുന്നത് പോസിബിൾ ആണോ എന്ന് ഈ നഴ്സ് യോങ്ജിയോടായിട്ട് ചോദിക്കുമ്പോൾ ചില സീരിയസ് കേസുകളിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഒരു ലൈനുണ്ട്, അത് എല്ലായിടത്തും കാണും. നമ്മൾ ആ ബോർഡേഴ്സിന്റെ കാവൽക്കാരാണ്. ഈ ആളുകളെല്ലാം തന്നെ ഇപ്പൊ ആ ബോർഡറിലാണുള്ളത്. അപ്പോൾ അവര് തിരിച്ചു വന്നാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അവര് തിരിച്ചു വരും, അല്ലെങ്കിൽ അവർ ആ ബോർഡറിൽ തന്നെ നിൽക്കും. ഇതേ സമയം ആ ഡ്രൈവറിന്റെ ഫ്യൂണറൽ ഇന്ന് നടക്കാൻ പോവുകയാണ്. ആഫ്റ്റർ ലൈഫിലാണെങ്കിൽ ആ ഡ്രൈവർ ഇങ്ങനെ അലഞ്ഞു നടക്കുവാണ്. അപ്പോഴാണ് ഈ ബോൾ ഇങ്ങനെ ഉരുണ്ടു പോകുന്നത് കാണുന്നത്. ആ ബോൾ അയാളെ ലീഡ് ചെയ്യുന്നത് ജിയങ്ങിന്റെ അടുത്തേക്കാണ്. ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ എന്നീ ഡ്രൈവർ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുവാണ് ജിയങ്. എല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം, നമുക്കിപ്പോ ഇവിടെ നിന്ന് പോകണം. ഇവിടെ നിന്ന് പോകാൻ നമുക്ക് പറ്റില്ല, ഞാൻ ഒരുപാട് ശ്രമിച്ചതാ, ഈ സ്ട്രീറ്റിന് ഒരു അവസാനമില്ല എന്ന് പറയുന്ന ജിയങ്ങിനോട് എനിക്ക് നിന്നെ പുറത്തെത്തിക്കാൻ സാധിക്കും. ഇപ്പൊ ജിയങ്ങിന്റെ കാല് വയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എടുത്തോണ്ട് പൊക്കോളാം, നീ എന്റെ പുറത്തേക്ക് കയറിക്കോളാനായിട്ട് പറയുവാണ് ഡ്രൈവർ. ഇവിടെ സങ്സിക്കിനാണെങ്കിൽ ഇത് ആഫ്റ്റർ ലൈഫ് ആണെന്നോ അകാലത്തിൽ മരിച്ചുപോയവർ ഇവിടെ ജീവിതം ആരംഭിക്കുമെന്നും ജീവനുള്ളവർ ഒരു പ്രത്യേക രീതിയിൽ ഇവിടെ കഴിയുമെന്നൊക്കെ കേട്ട് അതൊന്നും തന്നെ വിശ്വസിക്കാൻ പറ്റാതിരിക്കുവാണ്. നിനക്കൊരു മകളുണ്ടെന്നല്ലേ പറഞ്ഞേ, പേരെന്തായിരുന്നു എന്ന് തിരക്കുന്ന ജംഗോണിനോട് അതൊരു മിസ്കാരേജ് ആയിരുന്നു, കുഞ്ഞു മരിച്ചു പോയ കാര്യം സങ്സിക്ക് പറയും. ഇത് കേൾക്കുന്ന ജംഗോൺ ഇവൻ കുഞ്ഞിനിടാൻ വെച്ചിരുന്ന പേരുകൾ അവ ഓരോന്നായി പറയാൻ തുടങ്ങും. ഈ പേരുകളെല്ലാം തന്നെ ആ ക്ലാസ് റൂമിൽ സങ്സിക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ഇവിടെയുള്ള ഒരുപാട് പേർക്ക് അങ്ങനത്തെ പേരുകളുണ്ട് എന്നിപ്പോ ജംഗോൺ പറയുമ്പോൾ പൊട്ടിക്കരയുവാണ് സങ്സി. ഇവന്റെ അകാലത്തിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം ഇതാണ്, ഇവിടെയും ആളുകൾക്കൊരു ജീവിതമുണ്ട്. സങ്സിക്കിന്റെ ചെറുതായിട്ട് ഇപ്പൊ ഒരു വിശ്വാസം വരുന്നുണ്ട്. ഈ ജംഗോൺ ആരാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ പ്ലേസിന്റെ ഒരു ഗാർഡിയൻ എന്നൊക്കെ നമുക്ക് പറയാം. ഞാൻ ചേസ് ചെയ്ത് വന്നിരുന്നവനില്ലേ, ഞാൻ ഓർത്തു അവനൊരു കൊലപാതകയാണെന്ന്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ കണ്ണാ ഉള്ളത്. അവന്റെ വണ്ടിയുടെ ശബ്ദം ഫോളോ ചെയ്താൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന്. ഇത് കേൾക്കുമ്പോൾ ജംഗോൺ പറയും അവൻ നിന്നെ ഇങ്ങോട്ടേക്ക് ലീഡ് ചെയ്തതാവാനാണ് ചാൻസ്. നീ ഇനിയും അവൻ അന്വേഷിച്ചു പോവാണോ? അതെ, എനിക്ക് അവനെ ഒന്ന് മുഖാമുഖം കാണണം. എന്നാ നീ പോയി അത് ചെയ്യ്. താൻ എങ്ങനെ പോകാനാണെന്ന് സങ്സിക്ക് ചോദിക്കുമ്പോൾ നീ ഒരു കസ്റ്റമർ അല്ലേ, തനിക്ക് വേണ്ട ലൈറ്റ് ഇതുവരെ കണ്ടുപിടിച്ചില്ലേ എന്ന് ചോദിക്കുന്ന സമയം സങ്സിക്ക് ഇപ്പോൾ തന്റെ ലൈറ്റ് ഓണാക്കി നോക്കും. കത്താതിരുന്ന ലൈറ്റ് ഇപ്പൊ കത്തും. നീ അവനെ വീണ്ടും കാണും എന്നുള്ള ജംഗോന്റെ വേർഡ്സ് നമുക്ക് കേൾക്കാം. ഇതേ സമയം ഹോസ്പിറ്റലിൽ സങ്സിക്ക് കണ്ടു തുറന്നിട്ടുണ്ടായിരുന്നു.
ഇവിടെ ആ പട്ടിയെ പേടിയുള്ള ആള് പട്ടിയെ പിന്തുടർന്നെത്തുന്നത് ലൈറ്റ് ഷോപ്പിലോട്ടാണ്. ഇവന്റെ ലൈറ്റ് കണ്ടുപിടിക്കാൻ ആ പട്ടി ഇവനെ സഹായിക്കുകയായിരുന്നു. അങ്ങനെ ഷോപ്പിലെത്തിയ ആൾ തന്റെ ലൈറ്റ് കണ്ടുപിടിക്കും. ജിയങ്ങിനെ തോളിലേറ്റി ആ ഡ്രൈവർ ഒരു കണക്കിന് ലൈറ്റ് ഷോപ്പിന്റെ അടുത്തെത്തും. നീ ആ ലൈറ്റ് ഷോപ്പ് കണ്ടില്ലേ, അവിടെ പോയി നീ നിന്റെ ലൈറ്റ് കണ്ടുപിടിക്കണം, ഇനി അത് നിന്റെ ദൗത്യമാണ് എന്നും പറഞ്ഞ് ജിയങ്ങിനെ പറഞ്ഞു വിടുന്ന സമയം അവനെ പിറകീന്ന് വിളിച്ച് അവനോട് ക്ഷമ ചോദിച്ച് കരയുവാണ് ഡ്രൈവർ. ഇതിനെല്ലാം കാരണം ഒരു കണക്കിന് നോക്കിയ ആ ഡ്രൈവർ അല്ലേ. ഷോപ്പിലോട്ട് കയറുന്ന ജിയങ് താൻ അരികിലേക്ക് വരുമ്പോൾ മിന്നിക്കത്തുന്ന ആ ഒരു ബൾബ് കാണും. അതീ പോയി തൊടുന്നതും അവനും ജീവിതത്തിലേക്ക് വരുവാണ്. നമ്മൾ ഇനിയും കാണില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന ജംഗോണിന്റെ വാക്കുകളും നമുക്ക് കേൾക്കാം. ഈ ഒരു സീനോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നു. ഇനി ഒരൊറ്റ എപ്പിസോഡ് കൂടെ ഈ ഡ്രാമയ്ക്കുള്ളൂ. ഇവരെല്ലാവരും തന്നെ അവരുടെ ലൈറ്റ് കണ്ടുപിടിക്കുമോ എന്നും ജീവിതത്തിലോട്ട് തിരിച്ചു പോകുമോ എന്നും നമുക്ക് കാണാം.